أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان آسفا قال يا قوم ألم يعدكم ربكم وعدا حسنا ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يهل عليكم غضب من ربكم فأخلفتم موعدي قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لكم ضرا ولا نفعا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ത്വാഹയിലെ 85 മുതൽ 89 കൂടി 5 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅളല്ലഹുമുസ് സാമിരി. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്നാ ഖദ് ഫതന്ന, തീർച്ചയായും നാം പരീക്ഷിച്ചിരിക്കുന്നു, ഖൗമക, നിന്റെ ജനതയെ, മിൻ ബഅദിക, നിനക്ക് ശേഷം, നീ അവിടെ നിന്ന് പോന്ന ശേഷം നിന്റെ ഖൗമിനെ, നിന്റെ ജനതയെ നാം പരീക്ഷണത്തിന് വിധേയമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. വഅളല്ലഹുമുസ് സാമിരി, അവരെ സാമിരി എന്ന് പറയുന്ന ആൾ വഴിപേപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അള്ളാഹു മൂസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. സാമിരി അവരെ വഴിപേപ്പിച്ചിരിക്കുന്നു. ഫറജഅ മൂസ, അപ്പോൾ മൂസാ അലൈഹി സ്വലാം മടങ്ങി, ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്, ഗളബാന, വർദ്ധിച്ച ദേഷ്യത്തോടു കൂടിയിട്ട്, അസിഫൻ, ദുഃഖത്തോടു കൂടിയിട്ട്, അങ്ങേയറ്റത്തെ ദുഃഖത്തോടും അങ്ങേയറ്റത്തെ ദേഷ്യത്തോടും കൂടി മൂസാ അലൈഹി സ്വലാം തൻ്റെ ജനതയിലേക്ക് മടങ്ങിച്ചെന്നു. ഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ ഖൗമി, എൻ്റെ ജനതയെ, എൻ്റെ സമുദായമേ, അലം യഈദുക്കും റബ്ബുക്കും വഅദൻ ഹസനൻ, എൻ്റെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നല്ല വാഗ്ദാനം നൽകിയിരുന്നില്ലേ? നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുമായി നല്ല വാഗ്ദാനം ചെയ്തിട്ടില്ലേ? അഫതാല അലൈക്കുമുൽ അഹദു, ആ ഉടമ്പടിക്ക് ദൈർഘ്യം വന്നുപോയോ? ആ ഉടമ്പടിക്ക് കൂടുതൽ കാലം വന്നുപോയോ? അല്ലെങ്കിൽ അറത്തും, നിങ്ങൾ ചിന്തിച്ചോ, അൻ യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കോപം നിങ്ങളുടെ മേൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന്, നിങ്ങളുടെ മേൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കോപം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചു പോയതാണോ? ഫഅഖ്ലഫ്തും മൗഇദി, അങ്ങനെയാണോ എൻ്റെ വാഗ്ദാനം നിങ്ങൾ ലംഘിച്ചത്? അങ്ങനെയാണോ ഞാനുമായുള്ള കരാർ നിങ്ങൾ ലംഘിച്ചത്? ഖാലു, അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, മാ അഖ്ലഫ്ന മൗഇദക ബി മൽക്കിന, ഞങ്ങൾ സ്വയമേവ ഞങ്ങൾ ചെയ്ത കരാർ ലംഘിച്ചതല്ല, ഞങ്ങൾ സ്വന്തം നിലക്ക് നീയുമായി ചെയ്ത കരാർ ലംഘിച്ചതല്ല. വലാക്കിന്ന ഹുമ്മിൽന, എന്നാൽ ഞങ്ങൾക്ക് ഭാരമായി തോന്നി, ഔസാറൻ, ഞങ്ങളുടെ ആഭരണങ്ങൾ, ഞങ്ങൾക്ക് ആഭരണങ്ങൾ വലിയ ഭാരമായിട്ട് തോന്നി. ഔസാറം മിൻ സീനത്തിൽ ഖൗമി, ജനങ്ങളുടെ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ജനങ്ങൾ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ. ഫഖദഫ്നാഹ, അങ്ങനെ അതുങ്ങൾ ഞങ്ങളത് ഊരിയെറിഞ്ഞു, ഊരി തീയിലേക്കിട്ടു. ഫകദാലിക, അതേ പ്രകാരം തന്നെ അൽഖ സാമിരിയും ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളും ഊരി തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ഫഅഖ്റജ, അങ്ങനെ അദ്ദേഹം പുറത്തെടുത്തു, ലഹും, അവർക്ക് വേണ്ടി, അജ്ലൻ, ഒരു പശുക്കുട്ടിയെ, ജസദൻ, പശുക്കുട്ടിയുടെ രൂപം, ഒരു പശുക്കുട്ടിയുടെ രൂപം,
അദ്ദേഹം തീയിൽ നിന്ന് പുറത്തെടുത്തു. ലഹു ഹുവാറും, അതിനൊരു മുക്രയിടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു, അതിനൊരു ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഹാദാ ഇലാഹുക്കും, ഇതാണ് നിങ്ങളുടെ ഇലാഹ്, ഇതാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് അവരെല്ലാവരും പറഞ്ഞു. വ ഇലാഹു മൂസ, മൂസയുടെയും റബ്ബ് ഇതാണെന്ന് പറഞ്ഞു. ഫനസിയ, അദ്ദേഹം മറന്നുപോയതാണ്, അദ്ദേഹം മറന്നിട്ട് സീനാ പർവ്വതത്തിലേക്ക് പോയതാണ് എന്ന് അവർ പറഞ്ഞു. അഫലാ യറൗന, അവർ കാണുന്നില്ലേ? അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ, അവരുടെ ഒരു വാക്ക് പോലും അവരോട് മറുപടി പറയുന്നില്ല എന്ന്, ഒരു വാക്ക് പോലും അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് അവർക്കറിയില്ലേ? അവരത് കാണുന്നില്ലേ? അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ, ഒരു വാക്ക് പോലും അവരിലേക്ക് മറുപടിയായിട്ട് വരുന്നില്ല എന്ന്. വലാ യംലികു ലഹും ലർറൻ വലാ നഫ്അ, അവർക്ക് വല്ല ഉപദ്രവവും വല്ല ഉപകാരവും വരുത്തി വെക്കാനും അതിന് കഴിയില്ല എന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നു എന്ന് അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്. മൂസ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരത്തെ എന്തിനാണ് നീ ധൃതി പിടിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോൾ നിന്നെ കാണാനുള്ള ധൃതി കൊണ്ടാണ് എന്ന് അള്ളാഹുവോട് മറുപടി പറയുകയും ചെയ്തതാണ്. അപ്പോൾ അള്ളാഹു പറയണം, നീ തിരിച്ചു പോയിക്കോ, അഥവാ നീ വന്നതിന് ശേഷം സാമിരി അവരെ വഴിപേപ്പിച്ചിട്ട് എന്നുള്ളതാണ്. കാല ഫൈന ഫത്തന്നാക്ക കത് ഫത്തന്ന കൗമക്ക മീൻ ബഅദിക വഅളലഹുമു സാമിരി, നീ പോകുന്നതിന് ശേഷം നിൻ്റെ സമുദായത്തെ, നിൻ്റെ ജനതയെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, സാമിരി അവരെ വഴിപേപ്പിച്ചിട്ടുണ്ട്. ഈ സാമിരി എന്ന് പറയുന്ന ആരാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പശുവാരാധകനായിരുന്നു എന്നും അദ്ദേഹം ഈ ഈജിപ്തിലെ ദിനമാൻകാരനായ അലീജ എന്ന് പറയുന്ന ആളായിരുന്നു എന്നുമൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അയൽവാസിയായ ഒരു കിബിത്തിയായിരുന്നു സാമിരി എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മൂസായിൽ വിശ്വസിതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇവിടെ അവരുടെ ആ ഒരു വിശ്വാസത്തെ, ആദ്യമേ പശുവോട് പ്രത്യേകിച്ച് ഭക്തിയുള്ള ബനൂ ഇസ്രായേൽക്കാരുടെ ആ വിശ്വാസത്തെ ഒന്നുകൂടി അദ്ദേഹം പൊടി തട്ടി പുറത്തെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമവും വല്ലാത്ത ദുഃഖവും വല്ലാത്ത ഖേദമൊക്കെ ഉണ്ടായി, അങ്ങേയറ്റത്തെ ദേഷ്യമുണ്ടായി. കാരണം അദ്ദേഹത്തിന് പകരമായി ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈ നാട്ടുകാരുമായിട്ട് വാഗ്ദാത്തം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് പോന്നിട്ട് എന്താണ് ഇവർ ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ച് ഫറജഅ മൂസ ഇലാ ഖൗമിഹി ഗളബാൻ ആസിഫ, നല്ല ദേഷ്യവും നല്ല ദുഃഖത്തോടും കൂടിയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരിലേക്ക് ചെന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, യാ ഖൗമി അലം യഅിദുക്കും റബ്ബുക്കും വഅദൻ ഹസന, നിങ്ങൾക്ക് എൻ്റെ രക്ഷിതാവ് നല്ല നല്ല വാഗ്ദാനങ്ങൾ ചെയ്തിട്ടില്ലേ? എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ചെയ്തതെന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വഴിപാടുകൾക്ക് പ്രതിഫലം കിട്ടുമെന്നും തന്നോട് മൂസ അലൈഹി ഇസ്ലാമിനെ പിന്തുടരാൻ വേണ്ടിയിട്ടും മൂസ അലൈഹി ഇസ്ലാം പോയി വരുന്ന ദിവസം എത്രയാണോ അത്രയും ദിവസത്തേക്ക് ഞങ്ങളൊരു കുഴപ്പമുണ്ടാക്കൂലെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ നല്ല വഅദൻ ഹസനൻ, നല്ല വാഗ്ദാനങ്ങൾ ചെയ്ത ആളുകൾ, അഫ്താലയിലേക്ക് അഹദ്, നിങ്ങൾക്ക് കാലപ്പഴക്കം വന്നു പോയോ? ഞാനും നിങ്ങളുമായി വാഗ്ദാത്തം ചെയ്തിട്ട് 30 ദിവസത്തേക്കാണ് മൂസ അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം കൊണ്ട് നീട്ടി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ ശേഷമാണ് മൂസ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാലപ്പഴക്കം വന്നു പോയോ? 40 ദിവസം കൊണ്ട് ഒരുപാട് കാലം സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് വന്നോ എന്ന് അദ്ദേഹം ചോദിക്കണം. അല്ലെങ്കിൽ ആ മറത്തും അയ്യഹില്ല അലൈക്കും ഖളബും മിർ റബ്ബിക്കും, അല്ലെങ്കിൽ റബ്ബ് കോപിച്ചാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ ചെയ്തത്? റബ്ബിൻ്റെ കോപം വന്നോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ ചെയ്തത് എന്നുകൂടി അദ്ദേഹം ആ ദേഷ്യത്തോടുകൂടി ചോദിക്കണം. അപ്പോൾ അവർ പറയുന്നു, അല്ല. ആ മറത്തും അയ്യഹില്ലാലേക്കും ഖളബും മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തു മൗഇദി, അങ്ങനെ എൻ്റെ കരാറ് നിങ്ങൾ ലംഘിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, മാ അഖ്ലഫനാ മൗഇദ ബിമൽക്കിന, ഞങ്ങൾ സ്വന്തപ്രകാരം നിൻ്റെ വാഗ്ദാനം, നീയുമായുള്ള വാഗ്ദാനം ലംഘിച്ചതല്ല. വലാകിന്ന ഹമ്മിൽന ഔസാറൻ, ഞങ്ങളുടെ ആഭരണങ്ങൾ ഞങ്ങൾക്ക് ഭാരമായി തോന്നുന്നു. മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന് പോരുന്ന സമയത്ത് അവരോട് ആഭരണങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിരുന്നു. കാരണം ഫിറോനും ബാക്കിയുള്ള ആൾക്കാർക്കും ആഭരണം വിട്ടു കൊടുക്കേണ്ടതില്ല, ആഭരണം കൂടി എടുത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെടുത്തും നല്ല കനുള്ള ആഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങളൊക്കെ ഞങ്ങൾക്കൊരു ഭാരമായി തോന്നി. അങ്ങനെ ഞങ്ങൾ ഹമ്മിൽന ഔസാറൻ മിൻ സീനത്തിൽ ഖൗമി ഫഖദഫ്നാഹ, ഞങ്ങളത് ഊരി വലിച്ചെറിഞ്ഞു തീയിലേക്ക്. ഫകദാലിക അൽഖ സാമിരി, അതേപോലെ തന്നെ സാമിരി എന്ന് പറയുന്ന ആൾ, അയാൾ സ്വതവേ ഒരു തട്ടാനായിരുന്നു, സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അദ്ദേഹം എന്നും അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം കഴിവുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, അവരെല്ലാവരും കൂടി അവരുടെ ആഭരണങ്ങൾ ഈ തീയിലേക്ക് ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് അഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ, ഒരു മൊക്കരട് എന്ന രൂപത്തിലുള്ള ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു.
ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഹാറൂൻ അലൈഹി ഇസ്ലാം പോകുന്ന സമയത്ത് സാമിരി തീയിൽ ഊതിക്കൊണ്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സാമിരിനോട് ഹാറൂൻ അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്താ സാമിരി ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇല്ല, ഞാനൊരു ചെറിയ പണിയിലാണ്, ഒരു സാധനം ഉണ്ടാക്കുകയാണ്, നിങ്ങൾ ബർക്കത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഹാറൂൻ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരു ശബ്ദം ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം ഉണ്ടായതും ഹാറൂൻ അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹിൻ്റെ കൽപ്പന ഇല്ലാതെ കണ്ട് ഈ രൂപത്തിലുള്ള ശബ്ദം ഉണ്ടാവില്ല. പൈശാചികമായ വൃത്തികൾ നടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നിയന്ത്രിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ ക്ഷേത്രത്തിനനുസരിച്ച് ഒരു ശബ്ദമുള്ള ഒരു പശുക്കുട്ടിയെ കൊടുത്തു എന്നാവണം. ഫഖാലു ഹാദാ ഇലാഹുക്കും വൈലാഹു മൂസ ഫനസിയ, ഇത് നിങ്ങളുടെയും റബ്ബാണ്, അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാം ഇവിടുന്ന് മറന്നുപോയതാണ്, അദ്ദേഹത്തിൻ്റെയും റബ്ബാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ യറോന അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ, അവരുടെ വല്ല വാക്കും തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നവർ നോക്കിയിട്ടുണ്ടോ? വലാ യംലികു ലഹും ദർറൻ വലാ നഫ്അ, വല്ല ഉപകാരമോ ഉപദ്രവമോ ഈ വസ്തുക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നും ഒന്ന് നോക്കിക്കൂടായിരുന്നോ എന്ന് അള്ളാഹു ഇവിടെ ചോദിക്കണം. ബനൂ ഇസ്രായേൽക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പശു ആരാധന എന്ന് പറയുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു സംഗതി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് സാമിരി ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടി ഉണ്ടായി കൊടുത്തപ്പോൾ ഇത് തന്നെയാണ് റബ്ബ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകണം. മൂസ അലൈഹി ഇസ്ലാമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകുമായിരുന്നില്ല. ഹാറൂൻ അലൈഹി ഇസ്ലാം ഇതിൻ്റെ കാര്യം വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ ഖൗമ് നീ വരുമ്പോൾ 2 തട്ടിലായി നിൽക്കരുത് എന്നുള്ളതുകൊണ്ട്, ഒരു ഭാഗം വിശ്വാസികളും ഒരു ഭാഗം അവിശ്വാസികളും ആവരുത് എന്നതുകൊണ്ട് മാത്രം ഞാൻ അവരെ അങ്ങനെ കണിശമായിട്ട് അവരെ ഇതിൽ നിന്ന് മാറ്റാതിരുന്നതാണ് എന്ന് ഹാറൂൻ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി ഗ്രഹിച്ച് മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.